ഫൈസൽ, ഇതേവരെ കേട്ടത് അനുസരിച്ച് വളരെ ഗുരുതരമായ ആരോപണം കാന്തപുരം വിഭാഗത്തിനെതിരെ എതിർ വിഭാഗം സുന്നികളിൽ നിന്ന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ തന്നെ ഒരു വിഭാഗത്തെ മുനാഫിക്കുകളായി വിശേഷിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ആദർശവാക്യത്തെ പരസ്യമായി അംഗീകരിച്ച ഒരാൾക്കുമേൽ കാപഢ്യം ആരോപിക്കാൻ ഞാൻ ഒരുക്കമല്ല. കാരണം എന്റെ പ്രസ്ഥാനം അത്തരമൊരു സംസ്കാരം അനുവദിക്കുന്നില്ല എന്നുള്ളത്. അതാണ് അതിന്റെ ഇസ്ലാമിക അടിത്തറ. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരള മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വിഭാഗമെങ്കിലും ഒരു കപടവിശ്വാസത്തിലേക്ക്, അല്ല ഒരു അന്ധവിശ്വാസത്തിലേക്ക്, ഒരു പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പഴയതിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ നമുക്ക് അതിൽ ആത്മസംതൃപ്തിയുള്ളൂ. കാരണം പഴയത് എന്ന് പറയുന്നത് പ്രവാചകന്റെ പാരമ്പര്യമാണ്. ഇത് പഴയതുമല്ല പുതിയതുമല്ലാത്തതുമായ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു വഴിയിലേക്കാണ് ഇവർ ജനങ്ങളെ, വിശ്വാസി സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വ്യക്തമായി തന്നെ പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ ചെവിക്ക് താഴെ തോളിനോട് ബന്ധപ്പെട്ട് അതിൽ കൂടുതൽ പ്രവാചകന്റെ മുടി ഇറങ്ങിക്കിടന്നിട്ടില്ല എന്നാണ്. പ്രവാചകന്റെ മുടിയുടെ വലിപ്പം ചരിത്രത്തിൽ രേഖയാണ്. പക്ഷെ ഇന്ന് AP അബൂബക്കർ മുസ്ലിയാർ അഹമ്മദ് ഖസറജി തനിക്ക് തന്നു എന്ന് പറയുന്ന മുടി പ്രദർശിപ്പിച്ചപ്പോൾ 1 മീറ്ററിലേറെ അതിന് നീളമുണ്ട് എന്നുള്ളതാണ്. അത് പത്രലേഖകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ, എതിരാളികൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്രവാചകന്റെ മുടി വളരുന്നു എന്നാണ്. അത് വിശ്വസിക്കാനും ഈ ആധുനിക കാലഘട്ടത്തിൽ കുറെ അനുയായികളെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ പിന്നെ ചരിത്രത്തിൽ പ്രവാചകൻ മരിച്ചിരിക്കുന്നു എന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ മരിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ മരിച്ചിട്ടില്ല, അദ്ദേഹം മരിക്കുകയില്ല, അദ്ദേഹം നബിയാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ മരണം വിശ്വസിക്കാതിരുന്ന ചില അനുചരന്മാരുടെ മുമ്പിൽ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയും ശിഷ്യനുമായ സഹാബി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ജനത്തോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇത് അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, പ്രവാചകൻ മരിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? പ്രവാചകന്റെ കണ്ണ് മരിച്ചു, പ്രവാചകന്റെ കാതുകൾ മരിച്ചു, പ്രവാചകന്റെ ഹൃദയം മരിച്ചിരിക്കുന്നു, പ്രവാചകന്റെ മുടിയും മരിച്ചിരിക്കുന്നു എന്നല്ലേ? പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ശരീരം മൊത്തം നിശ്ചലമായി എന്നല്ലേ? അവിടുന്ന് പിന്നെ പ്രവാചകന്റെ മുടി വളരുന്നു എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇവർ യഥാർത്ഥത്തിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പ്രൊഫസർ ഷറഫുദ്ദീൻ, എന്താണ് കേരള മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസപരമായി മുന്നേറുകയും സാമ്പത്തികമായി മുന്നേറുകയും സമൂഹത്തിന്റെ മറ്റെല്ലാ രംഗങ്ങളിലും സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ഒരു സമുദായം സമൂഹത്തിന്റെ മുന്നിൽ സ്വയം നാണം കെടുകയാണോ? 1970-കൾക്ക് ശേഷം ഉണ്ടായ ഗൾഫ് മുന്നേറ്റത്തിൽ, ആ കുടിയേറ്റത്തിൽ ഏറ്റവും അധികം എത്തപ്പെട്ടത് കേരളത്തിലെ മുസ്ലിം ജനസമൂഹമാണ്. അതിൽ തന്നെ ഏറ്റവും നിരക്ഷരരായ ആളുകൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന് വിദ്യാഭ്യാസത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് അത്തരം 70-കളിൽ ഗൾഫ് മേഖലയിലേക്ക് എത്തപ്പെട്ടത്. അവർ വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നേടുകയും നാട്ടിൽ അവരുടെ ആ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യത്തോടൊപ്പമാണ് ഒരുപാട് മതസ്ഥാപനങ്ങളും മതത്തിന്റെ പേരിലുള്ള പല പല സംഘടനകളും ശക്തമാകാൻ തുടങ്ങിയത്. അതിന്റെ പിന്നിൽ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് എപ്പോഴും ദൈവഭയവും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവരുടെ മാനസികമായി ദൈവത്തോടുള്ള അടുപ്പവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. തങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം ദൈവികമായ ചില വിശ്വാസങ്ങളും സാന്നിധ്യങ്ങളും ആണ് എന്നതോടൊപ്പം പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിരക്ഷരതയെ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, ഞാനതൊരു ദേശത്തെക്കുറിച്ച് പറയുകയല്ല, തെക്കൻ മേഖലകളിലുമുണ്ട്, ഈ പുരോഹിത വർഗമാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും കേരള മുസ്ലിങ്ങൾക്കുണ്ടായ മുന്നേറ്റത്തെ പോലും തകർക്കുന്ന തരത്തിൽ പുരോഹിതന്മാർ ആത്മീയ വ്യാപാരം നടത്തുന്നു എന്നാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശാഖാപരമായ വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം സമൂഹം വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ് ഈ വിഷയമെന്ന് ബിഗ് സ്റ്റോറി കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി. ബിഗ് സ്റ്റോറിയുടെ നന്ദി.